റഷ്യയ്ക്ക് മേൽ സെക്കൻഡറി താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി ഇന്ത്യക്ക് എങ്ങനെയാണ് മോശം വാർത്തയാകുന്നത്? ഇന്ത്യ ഇപ്പോൾ ഒരു സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ നയനിർദ്ദേശം, അതായത് റഷ്യയുമായി വാണിജ്യ ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് സെക്കൻഡറി താരിഫുകൾ, അതായത് ദ്വിതീയ താരിഫുകൾ ഏർപ്പെടുത്തുമെന്നത് ഇന്ത്യയുടെ നിർണായക എണ്ണ ഇറക്കുമതിയെ നേരിട്ട് തടസ്സപ്പെടുത്തുകയും അമേരിക്കയുമായുള്ള വ്യാപാരം സങ്കീർണമാക്കുകയും ചെയ്യും. റഷ്യൻ വ്യാപാര പങ്കാളികൾക്ക് 100% തീരുവ ചുമത്തുമെന്ന ഭീഷണി ഇന്ത്യയിലും ഏഷ്യയിലും ദക്ഷിണ അമേരിക്കയിലും ഒക്കെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. യുക്രൈനിലെ സൈനിക ആക്രമണം 50 ദിവസത്തിനുള്ളിൽ നിർത്താൻ റഷ്യ സമ്മതിച്ചില്ല എങ്കിൽ റഷ്യൻ എണ്ണ, വാതകം, ആയുധങ്ങൾ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾ കടുത്ത വ്യാപാര നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്ത്യ, ചൈന, ബ്രസീൽ, തുർക്കി, വിയറ്റ്നാം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുൾപ്പെടെയുള്ള ശേഷിക്കുന്ന വ്യാപാര സഖ്യകക്ഷികളെ ശിക്ഷിച്ചുകൊണ്ട് റഷ്യയെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമായാണ് ഈ നീക്കത്തെ കാണുന്നത്. ഇനി ഈ ഒരു നീക്കത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു ലക്ഷ്യമാണ് എന്നൊന്ന് പരിശോധിക്കാം. റഷ്യയുമായി സാമ്പത്തിക ഇടപാടുകൾ തുടരുന്ന രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് യുദ്ധശ്രമങ്ങൾക്ക് ധനസഹായം നൽകുന്ന മേഖലകൾക്ക് 100% താരിഫ് ചുമത്താനുള്ള ഒരു പുതിയ ശക്തമായ നടപടി ട്രംപ് പ്രഖ്യാപിച്ചു. ഈ നീക്കത്തിന്റെ ലക്ഷ്യം ഇങ്ങനെയാണ്: റഷ്യൻ കയറ്റുമതിയെ നേരിട്ട് ലക്ഷ്യമിടുന്നതിന് പകരം റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ, അതായത് വാങ്ങുന്നവരെ പിഴ ചുമത്തി അന്താരാഷ്ട്ര വിപണികളിലേക്കുള്ള റഷ്യയുടെ പ്രവേശനം വെട്ടിക്കുറയ്ക്കുന്നതിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിനെയാണ് US സെക്കൻഡറി താരിഫ്സ് എന്ന് വിളിക്കുന്നത്. റഷ്യയുമായി ഗണ്യമായ വ്യാപാരം നിലനിർത്തുന്ന ഏതൊരു രാജ്യത്തു നിന്നും, പ്രത്യേകിച്ച് ഊർജ്ജ പ്രതിരോധ മേഖലകളിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇവ ബാധകമാകും. ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്ക് വളരെ പ്രധാനമാണ്. 2022 പാശ്ചാത്യ ഉപരോധങ്ങൾ പ്രാബല്യത്തിൽ വരാൻ തുടങ്ങിയതിനു ശേഷം റഷ്യയുടെ യുക്രൈനിലെ പൂർണ്ണമായ അധിനിവേശത്തെ തുടർന്ന് റഷ്യയുടെ എണ്ണയുടെ മുൻനിര 2 ലക്ഷ്യസ്ഥാനങ്ങളായി ഇന്ത്യയും ചൈനയും മാറിയിട്ടുണ്ടായിരുന്നു. 2023 റഷ്യയിൽ നിന്നുള്ള കടൽ മാർഗമുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇരു രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനെ മറികടക്കുകയും ചെയ്തു. റഷ്യൻ സർക്കാർ പിന്തുണയുള്ള ഊർജ്ജ സ്ഥാപനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന മൊത്തം അളവിന്റെ 85 മുതൽ 90% സംയുക്തമായി ഇവയായിരുന്നു. ഇന്ത്യ മാത്രം നിലവിൽ പ്രതിദിനം 1.6 മുതൽ 1.7 ദശലക്ഷം ബാരൽ വരെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് ദൈനംദിന എണ്ണ ആവശ്യത്തിന് 35% നിറവേറ്റുമെന്ന് വിപണി വിദഗ്ധർ പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ റഷ്യ വാഗ്ദാനം ചെയ്ത വലിയ കിഴിവുകൾ കാരണം ഇന്ത്യ റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചു. ഈ കഴിവുകൾ യൂറോപ്യൻ യൂണിയൻ നിശ്ചയിച്ച ബാരലിന് $60 താഴെ വില കൊണ്ടുവന്നു. സ്വാഭാവികമായി ഇത് ഇന്ത്യൻ റിഫൈനർമാർക്ക് റഷ്യൻ എണ്ണയെ സാമ്പത്തികമായി ആകർഷകമാക്കുകയും ചെയ്തു. ഇനി റഷ്യയുടെ അസംസ്കൃത എണ്ണ ഗ്രേഡുകൾ, മീഡിയം സോർ, അതുപോലെ ലൈറ്റ് സോർ, US-ൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭാരം കുറഞ്ഞതും മധുരമുള്ളതുമായ ക്രൂഡ് ഗ്രേഡുകളെക്കാൾ ഇന്ത്യയുടെ ശുദ്ധീകരണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാണ്. ട്രംപ് കൂടുതൽ ആക്രമണാത്മകമായ ഉപരോധ നയത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം പുതിയ US ഇറക്കുമതി തീരുവ ചുമത്തിയ 14 രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കിയിരുന്നു. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ അടുത്ത അമേരിക്കൻ സഖ്യകക്ഷികൾ ഉൾപ്പെട്ട ഒരു പട്ടികയായിരുന്നു അത്. ആ സമയത്ത് ഇന്ത്യയെ ഒഴിവാക്കാനുള്ള US-ന്റെ തീരുമാനം ഒരു നല്ല പ്രവൃത്തിയായി തന്നെ കണ്ടു. പ്രത്യേകിച്ചും ഇരു രാജ്യങ്ങളും ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴായിരുന്നു ഇങ്ങനൊരു നീക്കമുണ്ടായത്. എന്നിരുന്നാലും ഈ ഒരു ഇളവ് എന്നേക്കുമായിരിക്കില്ല എന്ന്, അതായത് ഇത് എന്നേക്കും നിലനിൽക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 2-ന് US തുടക്കത്തിൽ താരിഫ് ഏർപ്പെടുത്തിയെങ്കിലും അവയുടെ പൂർണ്ണമായ നടപ്പാക്കൽ 90 ദിവസത്തേക്ക് മാറ്റി. ഓഗസ്റ്റ് 1 വരെ നീട്ടിയ ഗ്രേസ് പീരീഡും നൽകി. ഈ ഒരു സമയപരിധി പാലിച്ചില്ല എങ്കിൽ ഇന്ത്യയെ വീണ്ടും താരിഫ് പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കാം. ഇനി ട്രംപിന്റെ പുതിയ അന്ത്യശാസനത്തോട് റഷ്യ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നൊന്ന് പരിശോധിക്കാം. വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും റഷ്യ വഴങ്ങുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ട്രംപിന്റെ അന്ത്യശാസനം അസ്വീകാര്യമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥർ സെക്കൻഡറി താരിഫ് ഭീഷണി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിന് പകരം ട്രംപിന്റെ അഭിപ്രായങ്ങൾ റഷ്യൻ വിപണികളിൽ ശുഭാപ്തി വിശ്വാസം ഉണർത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രഖ്യാപനത്തെ തുടർന്ന് റഷ്യയുടെ ഓഹരി വിപണി 2.7% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. US ഡോളറിനെതിരെ റൂബിളിന്റെ മൂല്യം വർദ്ധിക്കുകയും ചെയ്തു. 50 ദിവസത്തിനുള്ളിൽ നയതന്ത്ര പരിഹാരം കൈവരിക്കാനാകുമെന്നോ അല്ലെങ്കിൽ ബദൽ വ്യാപാര മാർഗങ്ങളിലൂടെ റഷ്യയ്ക്ക് ഉപരോധങ്ങളെ നേരിടാൻ കഴിയുമെന്നോ നിക്ഷേപകർ വിശ്വസിച്ചേക്കാമെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ബാക്കിയൊക്കെ കണ്ടു തന്നെ അറിയണം.